എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മഴത്തോരു മുൻപേ എന്ന സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈജാഗ് മക്കളെ കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാ സ്വത്തുക്കളും അലീനയുടെ പേരിലോട്ട് ഞാൻ എഴുതി കൊടുക്കും, നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ എന്ന ഭീഷണിയിൽ എല്ലാവരും വീഴുന്നുണ്ട്. ബാലചന്ദ്രനും അലീനയും തമ്മിൽ തെറ്റായിട്ടുള്ള ബന്ധമാണ് ഉള്ളത് എന്നാണ് നാട്ടിലെങ്ങും പാട്ടായിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വൈജിയെയും രോഹിത്തിനെയും ഒരുപാട് രോഷം കൊള്ളിക്കുന്നുണ്ട്. രോഹിത് ക്ലാസ്സിന് പോകുന്ന സമയത്താണെങ്കിൽ എല്ലാവരും അവനെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. കോളേജിൽ ചെന്നാലാണെങ്കിൽ കൂട്ടുകാരുടെയും പുച്ഛവും കളിയാക്കലും രോഹിത്തിന് അസഹനീയമായിട്ട് തോന്നുന്നുണ്ട്. രോഹിത്തിന്റെ കൂട്ടുകാർ രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടിലെ വേലക്കാരിയും നിന്റെ അച്ഛനും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നാണല്ലോ നാട്ടിലെങ്ങും പാട്ടായിട്ടുള്ളത് എന്ന് പറയാണ്. രോഹിത്തിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിനക്ക് എവിടെ നാടാ ധൈര്യം വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ നേരെ ചാടുന്നുണ്ട് രോഹിത്. കൂട്ടുകാർ പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ നീ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം നീ നിന്റെ വീട്ടിലെ വേലക്കാരെയും അച്ഛനെയും നിലയ്ക്ക് നിർത്താൻ പഠിക്ക്, എന്നിട്ട് മതി ഞങ്ങളുടെ മേക്കോട്ട് കയറല് എന്ന് പറയുന്നുണ്ട് രോഹിത്തിനോട്. രോഹിത് ദേഷ്യം വന്ന് കോളേജിൽ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. രോഹിത് ഒരുപാട് ദേഷ്യത്തിലാണ് വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് കയറി വന്നതും അലീന പറയുന്നുണ്ട്, ഇന്നെന്താ നേരത്തെ വന്നോ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറയുന്ന സമയത്ത് രോഹിത് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്. നീയല്ലേ എൻ്റെ അച്ഛനെ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്, ആ അച്ഛൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നീ, അല്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാനതിന് എന്ത് ചെയ്തെന്നാ എന്ന് ചോദിക്കുന്ന സമയത്ത് രോഹിത് പറയാണ്, എന്താ നാട്ടിലെങ്ങും നീയും എൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിക്കുതിക്കുന്നുണ്ട് രോഹിത്. ബാലചന്ദ്രൻ മുറിയിൽ കിടക്കുന്ന സമയത്താണ് രോഹിത് ഓടിച്ചെല്ലുന്നത്. പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. ആവേശത്തോടെ ഡോറ് തുറക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ എന്തിനാ ഈ ഓടിക്കുതിച്ച് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. രോഹിത് പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ സമാധാനമായില്ലേ, മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് രണ്ടുപേരും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തവസ്ഥയാടാ ഞാൻ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണ്. എന്തവസ്ഥയാ ഉണ്ടാക്കിയതെന്നോ, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ അച്ഛനും ആ അലീനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അച്ഛൻ അറിയോ എന്നെല്ലാം ചോദിക്കുകയാണ്. നാട്ടുകാരെന്ത് വേണോ പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അച്ഛന് പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ എനിക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കേണ്ടതാണ്. അച്ഛൻ ഈ മുറിയിൽ ഏതു നേരവും അടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ പറ്റില്ല. നാട്ടുകാരെല്ലാം അച്ഛനെയും അലിനെയും കുറിച്ച് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു പോവാണ് എന്ന് പറയുന്നുണ്ട് രോഹിത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് അവളെൻ്റെ മകളാണ്, അവൾ മകളായിട്ടാണ് ഞാൻ ദത്തെടുത്തിട്ടുള്ളത്, അവളെനിക്ക് മകൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അത് അച്ഛൻ അങ്ങനെ പലതും പറയും, പക്ഷെ നാട്ടുകാർ അതൊന്നും അല്ലല്ലോ പറയണത്. ആകെയുള്ള കുറച്ച് അഭിമാനവും നിങ്ങളെല്ലാവരും കൂടി ഇല്ലാണ്ടാക്കും എന്നെല്ലാം പറയാണ് രോഹിത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എൻ്റെ കാര്യം നോക്കിയാൽ മതി, നാട്ടുകാർ പറയുന്നതൊന്നും നോക്കി ഇവിടെ വന്ന് വിളമ്പേണ്ട കാര്യമില്ല എന്ന് പറയാണ്. ഈ നാണക്കേട് സഹിച്ചുകൊണ്ട് എനിക്കിങ്ങനെ നടക്കാൻ കഴിയില്ല. എനിക്ക് പുറത്ത് ഇനിയും ഇറങ്ങി നടക്കേണ്ടതാ. എൻ്റെ കൂട്ടുകാർ പോലും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കോളേജിലോട്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. എനിക്കറിയണം അച്ഛനും ആ പെണ്ണും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന്. ഇങ്ങനെ അമ്മയും എതിർത്ത് ഞങ്ങളെ എല്ലാവരെയും എതിർത്ത് എന്ത് കാര്യത്തിനാണ് അച്ഛൻ അവളെ ഇവിടെ നിർത്തിയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് വിശദീകരണം തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഇറങ്ങിപ്പോടാ എൻ്റെ മുറിയിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്.
രോഹിത് പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിപ്പോകാൻ പോകുന്നില്ല, എനിക്ക് അപമാനം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എന്തിനാണ് അവളെവിടെ നിർത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ അവളെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രനും വിട്ടുകൊടുക്കാതെ രോഹിത്തിനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് കൃഷ്ണമോള് മുറിയിലോട്ട് കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും അമ്മയും അച്ഛനും തമ്മിലായിരുന്നു വഴക്കുണ്ടായിരുന്നത്, ഇപ്പോൾ ഏട്ടനും ഇങ്ങനെ അച്ഛനോട് വഴക്കടിക്കാൻ തുടങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. രോഹിത് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് ഇത്രയും നാളും വഴക്കടിച്ചിട്ടില്ലല്ലോ, ഇപ്പം ഞാനിങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. നാട്ടുകാരെല്ലാം കൂടി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് നിനക്കറിയാഞ്ഞിട്ടാണ് എന്ന് പറയുകയാണ്. കൃഷ്ണമോള് പറയുന്നുണ്ട്, നാട്ടുകാരെ എന്ത് വേണോ പറഞ്ഞോട്ടെ, നമുക്ക് അച്ഛൻ്റെ സന്തോഷമല്ലേ വലുത്, അച്ഛൻ പറയുന്നതല്ലേ നമ്മൾ അനുസരിക്കേണ്ടത് എന്നെല്ലാം പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, നീ ഒരു പെണ്ണാണ്, എന്നാൽ അതുപോലെയല്ല, ഞാനൊരാണാണ്, ഒരുപാട് ആളുകളെ കാണുന്നതാണ് ഞാൻ ദിവസം. ആ ആളുകളെല്ലാം എന്നോട് പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി എന്നെ കളിയാക്കുന്നത് കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത്? എനിക്ക് കുറച്ച് മാനവും അഭിമാനവും എല്ലാം ഉള്ള ആളാണ് ഞാൻ, നിങ്ങളെപ്പോലെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോള് പറയുന്നുണ്ട്, ഏട്ടൻ കാര്യം അറിയാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് സംസാരിക്കില്ലെന്ന ആ സത്യാവസ്ഥയല്ലേ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അതെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അപ്പോൾ കാര്യങ്ങളെല്ലാം നിനക്കും കൂടി അറിയാവുന്നതാണ്, പിന്നെ എന്താ എന്നോട് മാത്രം പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒന്നും, നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോവാനാ ഞാൻ നിന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു ഇവിടുന്ന് പുറത്താക്കും എന്ന് പറയാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവില്ലെന്നല്ലേ പറഞ്ഞത്, സത്യാവസ്ഥ അറിയാതെ ഞാൻ ഇറങ്ങി പോവില്ല, അല്ലെങ്കിൽ അവളെ ഞാൻ തന്നെ കുത്തിന് പിടിച്ച് പുറത്ത് കളയും എന്ന് പറയുന്നുണ്ട്. അതിനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നീ പോയി കളയടാ, അത്രയ്ക്ക് വലിയ ആണാണ് നീയെങ്കിൽ പോയി അവളെ പുറത്താക്ക് എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. കൃഷ്ണമോള് പറയാണ്, ഇനിയും ഇങ്ങനെ വഴക്ക് എന്തിനാ അച്ഛാ, ഏട്ടനോട് സത്യങ്ങളെല്ലാം നമുക്ക് തുറന്ന് പറയാം എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ കൃഷ്ണമോളെ തടയുന്നുണ്ട്. കൃഷ്ണമോള് പറയാണ്, ഇല്ല അച്ഛാ, ഇനി ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ ആകെ ഇവിടെ പ്രശ്നങ്ങളായിരിക്കും, എല്ലാവർക്കും അച്ഛനൊരു ശത്രുവായി തീരും, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, ഏട്ടനോട് നമുക്ക് സത്യങ്ങളെല്ലാം തുറന്ന് പറയാം എന്ന് പറയുന്നുണ്ട്. ശേഷം കൃഷ്ണമോള് തന്നെ രോഹിത്തിനോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാണ്. അച്ഛൻ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ അരീന ചേച്ചി, അത് നമ്മളുടെ സ്വന്തം ചേച്ചി തന്നെയാണ് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. സ്വന്തം ചേച്ചിയോ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വേറെ മകളാണോ അവള് എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ്റെ അല്ല, അമ്മയുടെ വേറെ മകളാണ് അവള്. അമ്മയ്ക്ക് പണ്ട് പറ്റിയൊരു അബദ്ധമായിരുന്നു അത്. അമ്മയുടെ മോളാണ് അലീന ചേച്ചി, നമ്മളുടെ എല്ലാം മൂത്ത ചേച്ചിയാണ് എന്ന് പറയുമ്പോൾ രോഹിത്തിന് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രോഹിത് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നത്? ഇപ്പോൾ അച്ഛൻ്റെ കുറ്റം നേരെ അമ്മയുടെ തലയിലോട്ടാണോ നീ കൊണ്ടിടുന്നത് എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ്റെ കുറ്റമൊന്നും അല്ല ഏട്ടാ, അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മയാണ് എല്ലാതും ചെയ്തത്. അമ്മയുടെ മകളാണ് അലീന ചേച്ചി. അമ്മ ആഗ്രയിലായിരുന്ന സമയത്ത് അവിടെ ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു, അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് അലീന ചേച്ചി. അന്ന് അലീന ചേച്ചി അമ്മ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്ന് ആ ചേച്ചി വളർന്ന് വലുതായിട്ട് അമ്മയെ അന്വേഷിച്ച് വന്നതാണ് ഇങ്ങോട്ട്. ഇതാണ് സത്യം. ഈ കാര്യങ്ങളെല്ലാം തന്നെ അച്ഛന് മനസ്സിലായത് കുറച്ച് വൈകിട്ടാണ്. എങ്കിലും അലീന ചേച്ചിയെ അച്ഛൻ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് ആദ്യം ഒരു കുഞ്ഞുള്ള കാര്യം അമ്മ അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചതിൻ്റെ ദേഷ്യമാണ് അച്ഛൻ അമ്മയോട് കാണിക്കുന്നത്. അല്ലാതെ അലീന ചേച്ചി കാരണമല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അമ്മയ്ക്കും ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. രോഹിതനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏട്ടാ. ഈ കാര്യങ്ങളെല്ലാം എന്നോട് അച്ഛൻ ഈ വീട്ടിൽ നിന്നും അലീന ചേച്ചിയും അച്ഛനും ഇറങ്ങിപ്പോയില്ലേ, ആ ദിവസമാണ് പറഞ്ഞത്. അന്ന് മുതൽ ഞാൻ അലീന ചേച്ചിയെ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് സ്നേഹിക്കുന്നത്. ഏട്ടനും അതുപോലെ തന്നെ അലീന ചേച്ചിയെ സ്നേഹിക്കണം. അലീന ചേച്ചി ഒരു പാവമാണ്, നമ്മുടെ നന്മ മാത്രമാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്വന്തം ചേച്ചിയാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണമോള്. രോഹിത്തിന് സത്യം എന്താ കള്ളം എന്താ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. രോഹിത് ആകെ ഷോക്കായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായില്ലേ, ഇതാണ് ഞാൻ നിന്നോടൊന്നും പറയില്ല എന്ന് വിചാരിച്ചത്. ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ നീ അതെങ്ങനെ ഉൾക്കൊള്ളും എന്നെനിക്കറിയില്ലായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ. രോഹിത് പറയുന്നുണ്ട്, നമ്മളുടെ ചേച്ചിയാണ് ഇതെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അതെ ഏട്ടാ, ഇത് നമ്മളുടെ ചേച്ചി തന്നെയാണ്, നമ്മളുടെ മൂത്ത ചേച്ചി. ഇനി അതുപോലെ നമുക്ക് ചേച്ചിയെ സ്നേഹിക്കണം. ഇത്രയും നാളും ഒരമ്മയുടെ സ്നേഹമോ സഹോദരങ്ങളുടെ സ്നേഹമോ അച്ഛൻ്റെ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല അലീന ചേച്ചിക്ക്. അതുകൊണ്ടാണ് അലീന ചേച്ചിയെ സ്വന്തം മകളായിട്ട് അച്ഛൻ ദത്തെടുത്തത്.
ഇനി മുതൽ അച്ചാ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. ആദ്യമായിട്ട് അലീന ചേച്ചി ഒരാളെ അച്ചാ എന്ന് വിളിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ചേച്ചിയുടെ മുഖത്ത് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മളും അലീന ചേച്ചിയെ അതുപോലെ തന്നെ സ്നേഹിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ രോഹിത്തിന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. രോഹിത് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട്. ശേഷം രോഹിത്തിൻ്റെ മുറിയിൽ പോയി വാതിലടയ്ക്കുന്നുണ്ട്. രോഹിത് ആലോചിക്കുന്നുണ്ട്, ദൈവമേ, ഇത്രയും വലിയൊരു തെറ്റ് എങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത്? അമ്മ ചെയ്ത ആ തെറ്റിൻ്റെ ഫലമാണ് ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയെ ഞാൻ എന്തെല്ലാമാണ് ചെയ്യാൻ ശ്രമിച്ചത്. അന്ന് ഞാൻ അലീന ചേച്ചിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അന്ന് അലീന ചേച്ചി സ്വയം കത്രിക കൊണ്ട് കുത്തി. അത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ പാപിയായി മാറിയേനെ. സ്വന്തം ചേച്ചിയെ തന്നെ പീഡിപ്പിച്ച ഒരു അനിയനായി മാറിയേനെ ഞാൻ. ദൈവമേ, ഇത്രയും വലിയ തെറ്റ് എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുറിയിലിരുന്ന് കരയുന്നുണ്ട് രോഹിത്. ഇത്രയും വലിയ തെറ്റ് എനിക്ക് എങ്ങനെ സംഭവിച്ചു ഇന്ന് പിന്നെയും പറഞ്ഞുകൊണ്ട് സ്വന്തം മുഖത്ത് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിത്. ശേഷം കൃഷ്ണമോള് അലീനയോട് ചെന്ന് പറയുന്നുണ്ട്, എല്ലാ സത്യങ്ങളും ഏട്ടനോട് ഞങ്ങൾ തുറന്നു പറഞ്ഞു. കാരണം ഏട്ടൻ അത്രയും ദേഷ്യത്തോടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനോട് വഴക്കടിക്കുകയായിരുന്നു ഏട്ടൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏട്ടനോട് തുറന്നു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള്. അലീന പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും എല്ലാ വിവരങ്ങളും അറിഞ്ഞു തുടങ്ങുകയാണ്. ഇനി ഒരുപാട് പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുക. ഇത് രോഹിത്തിനോട് പറയണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ല ചേച്ചി. കാരണം ചേച്ചിയോട് അത്രയും വെറുപ്പാണ് ഏട്ടനുണ്ടായിരുന്നത്. ഇനിയും ആ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഏട്ടൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇനി മുതൽ ചേച്ചിയെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടിട്ടായിരിക്കും ഏട്ടൻ സ്നേഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചേച്ചിക്കൊരു അനിയനെ കൂടി കിട്ടിയിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇനി മേഡം എങ്ങാനും അറിഞ്ഞാലോ? രോഹിത് ഈ കാര്യങ്ങളെല്ലാം മേഡത്തിനോട് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അമ്മയോട് പറയരുതെന്ന് ഞങ്ങൾ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ അറിയുകയാണെങ്കിലും അങ്ങ് അറിയട്ടെ, എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയട്ടെ. എന്നാലെങ്കിലും ചേച്ചിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊന്ന് നിർത്തുമല്ലോ. ഇതിപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ശത്രു ചേച്ചിയായി മാറിയിരിക്കുകയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട് കൃഷ്ണമോള്. അതൊന്നും അങ്ങനെ നടക്കില്ല മോളെ. പിന്നെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് മേഡം എങ്ങനെ ആണ് എടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേഡം എല്ലാം കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ സാർ അറിഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മേഡത്തിന് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നത്? മേഡം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അലീന. കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ചിലപ്പോൾ എല്ലാം ശരിയാവും. ഏട്ടൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. ഏതു നേരം ചേച്ചിയോട് ദേഷ്യത്തിന് വരാറുള്ളതല്ലേ ഏട്ടൻ. ഇനി അതൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എന്നാലും ഇതൊരു പ്രശ്നമാവുമെന്നാ എനിക്ക് തോന്നുന്നത്. കൃഷ്ണമോളും അലീനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രോഹിത് അങ്ങോട്ട് വരുന്നത്. രോഹിത് അലീനയെ കാണുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എന്തിനാ കരയുന്നത്? നീ കരയാതിരിക്കേ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ചേച്ചിയോട് ഞാൻ എത്രയും വലിയ തെറ്റാണ് ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അലീനയുടെ കാലിൽ പിടിക്കുന്നുണ്ട് രോഹിത്. അലീന പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കാലിൽ പിടിക്കുന്നോ, എന്തിനാ എൻ്റെ കാലിലൊക്കെ തൊടുന്നത് എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റിനെ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഇത്രയും നാളും ഞാൻ ഒരുപാട് വേദനിപ്പിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് ചേച്ചിയെ. ഇനി മുതൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ ചേച്ചിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു മഹാപാപിയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് രോഹിത്. അലീന രോഹിത്തിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ എന്നും എൻ്റെ കുഞ്ഞനിയൻ തന്നെയാണ്, അങ്ങനെ ഞാൻ എന്നും കണ്ടിട്ടുള്ളൂ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, നീ എന്നും എൻ്റെ കുഞ്ഞനിയൻ തന്നെയാണ് എന്നെല്ലാം പറയുന്നുണ്ട് അലീന. കൃഷ്ണമോള് പറയുന്നുണ്ട്, കണ്ടോ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നന്നായില്ലേ, ഇനി ചേച്ചിക്ക് നല്ലൊരു കുഞ്ഞനിയനെ കൂടി കിട്ടിയില്ലേ എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഈ ബാക്കി ഭാഗം കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.